Welcome to our channel. ഇന്ന് ജൂൺ 20. മലയാളത്തിൽ നിന്നും തുടങ്ങുന്ന OTT ധമാക തമിഴ്, തെലുങ്ക്, ഹിന്ദി മുതൽ ഹോളിവുഡ് വരെ ഈ ജൂൺ 20 ശേഷം റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമകളെക്കുറിച്ച് അറിയാം. ആദ്യം നമുക്ക് OTTയിൽ ഇറങ്ങുന്ന മലയാള സിനിമകൾ നോക്കാം. നമ്പർ 1 പ്രിൻസ് ആൻഡ് ഫാമിലി. വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപ് നായകനെ അഭിനയിച്ച ഈ ഹൃദയസ്പർശിയായ കുടുംബചിത്രം ആധുനിക കുടുംബജീവിതത്തിന്റെ സങ്കീർണതകളെയും സാമൂഹിക മാറ്റങ്ങളും പലപ്പോഴും നർമ്മപരമായും ഒരു മനോഹര ദൃശ്യാവിഷ്കാരം നൽകുന്നു. വിവാഹശേഷം ഒരു പുരുഷന്റെ ജീവിതം സ്വീകരിക്കുന്ന അപ്രതീക്ഷിത വഴിത്തിരിവുകളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുന്നു. അത് അയാളുടെ വ്യക്തിപരവും സാമൂഹികവും പ്രൊഫഷണൽ മേഖലകളെയും പരിവർത്തനം ചെയ്യുന്നു. കോമഡി, സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള സമയോചിതമായ സന്ദേശം എന്നിവയുടെ മിശ്രിതത്തോടെ ഈ ചിത്രം ശരിക്കും ഇക്കാലത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ്. ചിത്രം വരുന്ന 20-ന്, അതായത് ഇന്ന് C5 റിലീസ് ചെയ്യും. നമ്പർ 2 കേരള ക്രൈം ഫയൽസ് സീസൺ 2. ആദ്യ സീസണിന്റെ വിജയത്തിന് ശേഷം മലയാള ക്രൈം ത്രില്ലർ കേരള ക്രൈം ഫയൽസ് വീണ്ടും ശ്രദ്ധേയമായ 2ാം അധ്യായവുമായി എത്തുന്നു. അജു വർഗീസ് S.A. മനോജായി വീണ്ടും അഭിനയിക്കുകയും ലാൽ C.A. കുര്യനായി തിരിച്ചെത്തുകയും ചെയ്യുന്നതോടെ പുതിയ സീസൺ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങളും വിശാലമായ അഭിനേതാക്കളും ഉയർന്ന വൈകാരിക പിരിമുറുക്കവും കൊണ്ടുവരുന്നു. അഹമ്മദ് ഖബീർ സംവിധാനം ചെയ്ത പരമ്പര ബാഹുൽ രമേശാണ് എഴുതിയിരിക്കുന്നത്. ഹഷാം അബ്ദുൽ വഹാബാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. നമ്പർ 3 ആപ് കൈസെ ഹോ. ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ പിതാവ് സാക്ഷാൽ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വിനയൻ ജോസ് സംവിധാനം ചെയ്ത ഒരു മലയാളം ഹാസ്യ ചിത്രമാണ് ആപ് കൈസെ ഹോ. ധ്യാൻ ശ്രീനിവാസൻ രചിച്ച ഈ ചിത്രം മാനുവൽ ക്രൂസ് ഡാർവിനും അംജത്തും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാങ്കേതിക വശത്ത് ഛായാഗ്രാഹകൻ അഖിൽ ജോർജിന്റെ ദൃശ്യവൈദഗ്ധ്യവും വിനയൻ MJയുടെ മൂർച്ചയുള്ള എഡിറ്റിംഗും ഈ ചിത്രത്തിനുണ്ട്. വർക്കെ, ഡോൺ വിൻസൻ, ആനന്ദ് മധുസൂദനൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഇത് ആഖ്യാനത്തിന് ആഴം നൽകുന്നു. നർമ്മത്തിന്റെയും വികാരങ്ങളുടെയും മിശ്രിതത്തോടെ ആപ് കൈസെ ഹോ മലയാള സിനിമാ പ്രേമികൾക്ക് ആകർഷകരമായൊരു സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ചിത്രം ഈ മാസം 27-ന് OTT റിലീസ് ചെയ്യും. നമ്പർ 4 സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. വിനീഷ് വിശ്വനാഥ് സംവിധാനം ചെയ്യുന്ന ഒരു മലയാളം കോമഡി ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. വിശ്വനാഥ്, മുരളീകൃഷ്ണൻ, ആനന്ദ് മന്മഥൻ, കൈലാസ് S. ഭവൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ബജറ്റ് ലാബ് പ്രൊഡക്ഷൻസിന്റെ കീഴിൽ നിഷാൻ പിള്ളയും മുഹമ്മദ് റാഫി MAയും ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. അനൂപ് V. ശൈലജ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. കൈലാഷ് A. എഡിറ്റിംഗ് നിർവഹിക്കുന്നു. PS. ജയഹരി സംഗീതം നിർവഹിച്ചിരിക്കുന്നു. നമ്പർ 5 ആസാദി. 2025-ൽ പുറത്തിറങ്ങിയ ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. നവാഗതനായ ജോർജ് സംവിധാനം ചെയ്യുന്നു. ശ്രീനാഥ് ഭാസി, വാണി വിശ്വനാഥ്, ലാൽ, സൈജുക്കുറുപ്പ്, രവീന രവി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലിറ്റിൽ ക്രൂ പ്രൊഡക്ഷന്റെ ബാനറിൽ ഫൈസൽ രാജിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രം 2025 മെയ് 23-ന് തിയേറ്ററുകൾ റിലീസ് ചെയ്തു. ഈ ചിത്രം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണ്. ഈ മാസം 27-ന് OTT റിലീസ് ചെയ്യും. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1 ജിൻ ദ പെറ്റ്. TR ബാല രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച 2025-ലെ ഇന്ത്യൻ തമിഴ് ഭാഷാ ഫാന്റസി ചിത്രമാണ് ജിൻ ദ പെറ്റ്. ബാലശരവണൻ, ഇമ്മാൻ അണ്ണാച്ചി, രാധാ രവി, വടിവു കരശി, നിഴൽകൾ രവി, വിനോദിനി വൈദ്യനാഥൻ, ജോർജ് വിജയ്, മാസ്റ്റർ ശക്തി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്ന ചിത്രം ജൂൺ 20-ന് സൺ NXTയിൽ ഓൺലൈൻ റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് ബോളിവുഡ് OTT റിലീസുകൾ നോക്കാം. നമ്പർ 1 ഡിറ്റക്റ്റീവ് ഷെർഡിൽ. 2025-ൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ നിഗൂഢ കോമഡി ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഷെർഡിൽ. രവി ഛബ്രിയ സംവിധാനം ചെയ്ത് മൗര്യ എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻസ്, ഓഫീസ് സൈഡ് എന്റർടൈൻമെന്റ് എന്നിവയുടെ കീഴിൽ രോഹിണി സിംഗ്, മൻമീത് സിംഗ്, അലി അബ്ബാസ് സഫർ, ഹിമാൻഷു മെഹ്റ എന്നിവർ നിർമ്മിക്കുന്നു. ചിത്രത്തിൽ ദിൽജിത് ദോസഞ്ച്, ബൊമാൻ ഇറാനി, രത്ന പതക് ഷാ, ചങ്കി പാണ്ഡെ, ഡയന പെൻഡി, ബനിത സന്ധു എന്നിവർ അഭിനയിക്കുന്നു. ബുഡാപെസ്റ്റിലെ ഒരു ഇന്ത്യൻ വംശജനായ ടെലികോം വ്യവസായിയുടെ ദുരൂഹമായ കൊലപാതകം അന്വേഷിക്കുന്ന ഷെർഡിൽ കഥ പിന്തുടരുന്നു. ചിത്രം 2025 ജൂൺ 20-ന് Z5-ൽ റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്പർ 2 ഗ്രൗണ്ട് സീറോ. തേജസ് പ്രഭ, വിജയ് ദിയോസ്കർ സംവിധാനം ചെയ്ത് എക്സൽ എന്റർടൈൻമെന്റിന്റെ കീഴിൽ റിതേഷ് സിദ്വാനി, ഫർഹാൻ അക്തർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച 2025-ലെ ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗ്രൗണ്ട് സീറോ.
2003 ഗാസി ബാബ എന്നറിയപ്പെടുന്ന തീവ്രവാദി റാണ താഹിർ നദീം കൊല്ലപ്പെട്ട ഓപ്പറേഷന് നേതൃത്വം നൽകിയ BSF ഓഫീസർ നരേന്ദ്രനാഥ് ധർദുബയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇമ്രാൻ ഹാഷ്മി, സായിദ് അംഹങ്കർ, സോയ ഹുസൈൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ചിത്രം ജൂൺ 20 ആമസോൺ പ്രൈം വീഡിയോയിൽ ഇറങ്ങും. നമ്പർ 3 പഞ്ചായത്ത് സീസൺ 4. ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് വേണ്ടി ദി വൈറൽ ഫീവർ സൃഷ്ടിച്ച ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ കോമഡി ടെലിവിഷൻ പരമ്പരയാണ് പഞ്ചായത്ത്. ചന്ദൻ കുമാർ രചനയും ദീപക് കുമാർ മിശ്ര സംവിധാനവും നിർവഹിക്കുന്ന ഈ പരമ്പരയിൽ ജിതേന്ദ്ര കുമാർ, രഘുബീർ യാദവ്, നീന ഗുപ്ത, സാൻവിക, ചന്ദൻ റോയ്, ദുർഗേഷ് കുമാർ, അശോക് പാഠക്, ഫൈസൽ മാലിക്, സുനിത രാജുവാർ എന്നിവർ അഭിനയിക്കുന്നു. മികച്ച ജോലി സാധ്യതകൾ ഇല്ലാത്തതിനാൽ ഉത്തർപ്രദേശിലെ ഫുലേറ എന്ന വിദൂര സങ്കല്പിക ഗ്രാമത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയായി ചേരുന്ന ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയുടെ ജീവിതമാണ് ഇത് വിവരിക്കുന്നത്. 3 സീസൺ വിജയത്തിനു ശേഷം 4ാമത്തെ സീസൺ കൂടി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുകയാണ്. ചിത്രം വരുന്ന 24 ആമസോൺ പ്രൈം വീഡിയോയിൽ ഇറങ്ങും. ഏറ്റവും അവസാനമായി ഹോളിവുഡ് ചിത്രങ്ങൾ നോക്കാം. നമ്പർ 1 എലിയോ. വാൾട്ട് ഡിസ്നി പിക്ചേഴ്സിനു വേണ്ടി പിക്സാർ ആനിമേഷൻ സ്റ്റുഡിയോസ് നിർമ്മിച്ച 2025 ഒരു അമേരിക്കൻ ആനിമേറ്റഡ് സയൻസ് ഫിക്ഷൻ സംവിധാനം ചെയ്ത് ജൂലിയ ചോ, മാർക്ക് ഹാമർ, മൈക്ക് ജോൺസ് എന്നിവർ എഴുതിയ ഈ ചിത്രം യോനാസ് കിബ്രെ-ഏബ്, സോ സാൾഡാന, റെമി എഡ്ജർലി, ബ്രാൻഡൻ മൂൺ, ബ്രാഡ് ഗാരറ്റ്, ജമീല ജാമിൽ എന്നിവരുടെ ശബ്ദങ്ങൾ അവതരിപ്പിക്കുന്നു. എലിയോ സോളിസ് എന്ന 11 വയസ്സുള്ള ആൺകുട്ടിയെയാണ് ഇത് പിന്തുടരുന്നത്. അന്യഗ്രഹ ജീവികൾ സമ്പർക്കം സ്ഥാപിക്കുന്നതിനായി കമ്മ്യൂണിവേഴ്സിലേക്ക് ബീം ചെയ്ത ശേഷം ആകസ്മികമായി ഭൂമിയുടെ ഇന്റർ ഗാലക്റ്റിക് അംബാസഡറായി മാറുന്നു. അയാൾക്ക് വിചിത്രമായ അന്യഗ്രഹ ജീവജാലങ്ങളുമായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇന്റർ ഗാലക്റ്റിക് അനുപാതങ്ങളുടെ ഒരു പ്രതിസന്ധിയിലൂടെ സഞ്ചരിക്കുകയും വേണം. ചിത്രം ഇന്ന് റിലീസ് ചെയ്യും. നമ്പർ 2 28 ഇയേഴ്സ് ലേറ്റർ. 28 ഇയേഴ്സ് ലേറ്റർ ഡാനി ബോയിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അലക്സ് ഗാർലൻഡ് എഴുതിയ 2025 പുറത്തിറങ്ങിയ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഹൊറർ ചിത്രമാണ് ഇത്. ജോഡി കോമർ, ആരോൺ ടെയ്ലർ ജോൺസൺ, ജാക്കോ കോണൽ, ആൽഫി വില്യംസ്, റാൽഫി എൻഎസ് എന്നിവർ അഭിനയിക്കുന്നു. ബോയിൽ ഗാർലൻഡ്, ഛായാഗ്രാഹകൻ ആന്റണി ഡോഡ് മാൻഡിൽ എന്നിവരുടെ പരമ്പരയിലേക്കുള്ള തിരിച്ചുവരവിനെയാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. ഇവരെല്ലാം യഥാർത്ഥ ചിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിലിയൻ മർഫി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും പ്രവർത്തിക്കുന്നു. ചിത്രം ജൂൺ 27 സ്ട്രീമിംഗ് ചെയ്യും. നമ്പർ 3 M3 GAN 2. ജോൺസ്റ്റോണും അക്കേല കൂപ്പറും ചേർന്ന് ജെറാഡ് ജോൺസ്റ്റോൺ എഴുതി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രമാണ് M3 GAN 2.0. AI ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന M3 GANന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഹ്യൂമനോയിഡ് മിലിറ്ററി റോബോട്ടിനെ നേരിടാൻ M3 GAN പുനർനിർമ്മിക്കുന്നു. ഈ ചിത്രവും ജൂൺ 27 റിലീസ് ചെയ്യും. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീ ആയി കാണാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ടെലഗ്രാം ചാനൽ സന്ദർശിക്കൂ.